welcome to my channel. എൻ്റെ പേര് പൂജ. ചൂടുകാലൊക്കെ തുടങ്ങി. റെക്കോർഡ് ബട്ടൺ ഓൺ ആണല്ലോ അല്ലേ? ചൂടുകാലൊക്കെ തുടങ്ങി. അപ്പൊ നമുക്ക് നമ്മുടെ മൈൻഡിനെയും ബോഡിയൊക്കെ കൂളാക്കി നിർത്തുന്ന കാര്യങ്ങൾ ചെയ്യേണ്ട സമയമാണ് അല്ലെ? അപ്പൊ ഇന്നത്തെ വീഡിയോയില് നിങ്ങളുടെ വയറിനെ കൂളാക്കുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കൂടെ കുറച്ച് സൗന്ദര്യ സംരക്ഷണവും ഉണ്ട്. എന്താ, കുഴപ്പമില്ലല്ലോ? ഓക്കെ, അപ്പോ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് കിടക്കാം. ഇന്നത്തെ റെസിപ്പിയുടെ പേര് കേട്ടാൽ തന്നെ നിങ്ങൾ ഞെട്ടും. കോശംബീർ എന്നാണ് പേര്. ഒരു ഗംഭീരയൊക്കെ ഉണ്ട് അല്ലെ? മഹാരാഷ്ട്രീയൻ റൈത്ത അല്ലെങ്കിൽ സാലഡ് ആണ് ഇത്. 5 മിനിറ്റ് മതി ഇത് ഉണ്ടാക്കാനായിട്ട്. വളരെ ഡെലിഷ്യസ് ആണെന്ന് മാത്രമല്ല ആരോഗ്യത്തിനും വളരെയധികം നല്ലതാണ്. ഈ ഒരു ചൂടുകാലത്ത് കഴിക്കാൻ പറ്റിയ സംഭവമാണ്. ഓക്കെ, അപ്പോ ആ ഒരു റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആ കൈ ഒന്ന് നീട്ടിയിട്ട് വേഗം ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. ക്ലിക്ക് ചെയ്തല്ലോ അല്ലേ? ഓക്കെ, എങ്കിൽ നമുക്ക് ഉണ്ടാക്കാം കോശംബീർ. കോശംബീർ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് സാലഡ് വെള്ളരി വെച്ചിട്ടാണ്. ഇത് പല പച്ചക്കറി വെച്ചിട്ട് ഉണ്ടാക്കാം. അതായത് സാലഡ് ഉണ്ടാക്കുന്ന പല വെജിറ്റബിൾസ് വെച്ചിട്ട് ഉണ്ടാക്കാം. ഇത് നമുക്ക് തൊലി കളഞ്ഞിട്ട് ഇതുപോലെ അതിൻ്റെ സീഡ്സ് ഒക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. സീഡ്സ് വളരെ ഇളം സീഡ്സ് ആണെന്നുണ്ടെങ്കിൽ കളയേണ്ട കാര്യമില്ല, അതങ്ങനെ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിന് നമുക്ക് വലിയ വലുപ്പത്തിൽ വേണ്ട, ഒരു മീഡിയം വലുപ്പത്തിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു കാക്കടി ഉണ്ടല്ലോ, അതായത് ഈ പറഞ്ഞ കുക്കുംബർ, ഇതിനെ നമ്മൾ വല്ലാതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇത് വെറുതെ ഒരു സാലഡ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം എന്നുള്ള രീതിയിലാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിനകത്തുള്ള പോഷക ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ അറിയാതെ, പണ്ട് നെടുമുടി ചേട്ടൻ പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അത് പറഞ്ഞു പോവും. അപ്പോൾ ഈ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കിനി നമ്മുടെ ഭക്ഷണത്തിൽ പറ്റുന്നിടത്തോളം കുക്കുംബർ, അതായത് സാലഡ് വെള്ളരി ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ഇടയ്ക്ക് സാലഡായിട്ടും ഇടയ്ക്ക് പച്ചയ്ക്കും ഇടയ്ക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടി വെതറിയിട്ടും കഴിക്കാം. ഈ ഒരു കുക്കുംബർ ഒന്ന് അങ്ങനെ ഇരുന്ന് വെള്ളമൊക്കെ ഒന്ന് ഊറുന്നത് വരെ നമുക്ക് ഒരു വാവ് ബ്രേക്ക് എടുക്കാം. വാവ് ബ്രേക്കിന്റെ പേര് നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ. നല്ല കാഴ്ചകൾ എന്നാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരു സന്തോഷം തരുന്ന, ഒരു ഇൻസ്പിറേഷൻ തരുന്ന, മോട്ടിവേഷൻ തരുന്ന സംഭവങ്ങളാണ് നമ്മൾ ഈ ഒരു നല്ല കാഴ്ചകളിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അനിയേട്ടൻ വരച്ച കുറച്ച് ഗംഭീര പെയിന്റിങ്സ് ആണ്. കാണാം. എങ്ങനെയുണ്ട് അനിയേട്ടൻ്റെ പെയിൻറ്റിങ്സ്? നന്നായിട്ടില്ലേ? ഇഷ്ടപ്പെട്ടോ? അനിയേട്ടൻ എൻ്റെ വല്യച്ഛൻ്റെ മകനാണ് കേട്ടോ. ഇത് കുറച്ച് പെയിൻറ്റിങ്സേ ആയിട്ടുള്ളൂ, മുഴുവനും കാണിച്ചിട്ടില്ല. അപ്പോൾ പെയിൻറ്റിങ്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പെയിൻറ്റിങ് ചെയ്യിക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ അനിയേട്ടനെ നേരിട്ട് കോൺടാക്ട് ചെയ്തോളൂ. ഓക്കെ,
അപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാലഡ് വെള്ളരിക്കയിൽ നിന്ന് ഇതാ നന്നായിട്ട് വെള്ളം ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ വെള്ളം കളയണ്ട കേട്ടോ, ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചോളൂ. ഈ സാലഡ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ഉഗ്രൻ ബ്യൂട്ടി ടിപ്പ് പറഞ്ഞുതരാം. ഓക്കെ, ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് കുറച്ച് കപ്പലണ്ടി ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാം. കരിഞ്ഞു പോകാണ്ട് സൂക്ഷിക്കണം. എന്നിട്ട് ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നന്നായിട്ട് പൊടിച്ചെടുത്ത നാളികേരവും പിന്നെ നമ്മുടെ കപ്പലണ്ടി പൊടിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഞാൻ ഉപ്പിട്ടിട്ടില്ല കേട്ടോ, ഇപ്പോൾ ഉപ്പിടണ്ട. പിന്നെ ഇതിൽ ധാരാളമായിട്ട് ചേർക്കേണ്ടത് മല്ലിയിലയാണ്. ഈ മഹാരാഷ്ട്രീയൻ ഫുഡിൽ മിക്കതിലും അവർ മല്ലിയിലയും പിന്നെ ഈ പറഞ്ഞ പോലെ കപ്പലണ്ടി പൊടിയൊക്കെ ചേർക്കാറുണ്ട്. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ മാത്രം അത് ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ കറിവേപ്പില ഇട്ടാലും കുഴപ്പമില്ല. എന്നാലും അതിൻ്റെ ഒരു ഒത്തൻറ്റിക് ആയിട്ടുള്ള ശരിക്കൊരു ടേസ്റ്റ് വരണമെങ്കിൽ മല്ലിയില തന്നെ ഇടണം. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ഒഴിച്ചത് കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്, ഒരു ചെറിയ പുളി രസത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഈ നാരങ്ങ ഒഴിക്കുന്നതിൽ വേറൊരു കാര്യമുണ്ട്. സാലഡ്സിലൊക്കെ നാരങ്ങ ഒഴിക്കുന്നത് അതിൻ്റെ ഒരു ഫ്രഷ്നെസ്സും കളറും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചേക്കുക. എന്നിട്ട് ഉപയോഗിക്കുന്നതിന് തൊട്ട് മുമ്പ് മാത്രം, അതായത് വിളമ്പുന്നതിന് തൊട്ട് മുമ്പ് മാത്രം ഉപ്പ് ആഡ് ചെയ്യുക. ഇല്ലെങ്കിൽ വല്ലാണ്ട് വെള്ളം ഇറങ്ങി സാലഡ് ആകെ കോളമയമായിപ്പോവും. ഓക്കെ, അപ്പോൾ സാലഡ് എന്ന് പറയുമ്പോഴേക്കും പുച്ഛത്തോടു കൂടി കാണുന്നവർ ഈ സാലഡ് തീർച്ചയായിട്ടും കഴിച്ച് നോക്കേണ്ടത് തന്നെയാണ്. കാരണം ഇത് അത്രയും റിച്ചാണ്. കപ്പലണ്ടി പൊടിയും നാളികേരവും എല്ലാം കൂടി ചേർത്തിട്ട് അതിഗംഭീര ടേസ്റ്റാണ്. നിങ്ങൾ ഒരു തവണ കഴിച്ചാൽ മിക്കവാറും ഇതുണ്ടാക്കി കഴിക്കും എന്നുള്ള കാര്യം ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഈ കോശിംബീറിൻ്റെ തന്നെ വേറൊരു വേർഷൻ എന്ന് പറയുന്നത് തൈര് ആഡ് ചെയ്തിട്ടുള്ള ഒരു വേർഷനാണ്. അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇതുപോലെ ഡ്രൈ ആയിട്ട് വേണ്ടെങ്കിൽ കുറച്ച് തൈര് ഇതിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കഴിച്ചാലും നല്ല ഗംഭീര ടേസ്റ്റാണ്. അത്തരത്തിൽ ഞാൻ ക്യാരറ്റ് വെച്ചുണ്ടാക്കിയ ഒരു റൈത്ത റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും അത് കണ്ടു നോക്കുക. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞ ആ കിഡിലൻ ബ്യൂട്ടി ടിപ്പ് ഷെയർ ചെയ്യാം. ഇന്നത്തെ നമ്മളെ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഒരു ബ്യൂട്ടി ടിപ്പാണ് ഞാൻ തരുന്നത്. അത് കേട്ടപ്പോഴേക്കാണെങ്കിലോ എന്നാ പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അല്ല എന്ന് പറഞ്ഞു പോയി കാണും അല്ലെ? അങ്ങനെയല്ല, എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്ന സംഗതിയാണ്. ഈ ഒരു ചൂട് കാലത്ത് നമ്മൾ അധികം പുറത്ത് പോകുന്നില്ല, എന്നാലും പുറത്ത് പോകുന്നവരുണ്ട്. അങ്ങനെ പോകുന്നവര് തിരിച്ചു വരുമ്പോൾ ഒരുപാട് സൺലൈറ്റ് ഒക്കെ കൊണ്ട് വെയിലൊക്കെ കൊണ്ട് വാടിക്കരിഞ്ഞ് വരികയാണെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരിക്കുമ്പോൾ തന്നെ കുറച്ചൊരു സ്കിന്നൊക്കെ കുറച്ചൊരു ഡള്ളായി ഒരു ഉഷാറില്ലാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പ്രയോഗിക്കാവുന്ന ഒരു സംഭവമാണ്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ കുക്കുംബർ ജ്യൂസ് ഉണ്ടല്ലോ, അത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. അതിൽ നിന്ന് ഒരു 3 സ്പൂൺ കുക്കുംബർ ജ്യൂസും 1/2 സ്പൂൺ ഹണിയും കൂടി എടുത്ത് മിക്സ് ചെയ്യുക. ഈ ഒരു കുക്കുംബർ ജ്യൂസും ഹണിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മിശ്രിതമുണ്ടല്ലോ, അതൊരു 15-20 മിനിറ്റ് നമുക്ക് മുഖത്ത് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് കഴുകിക്കളയുക. അങ്ങനെ കഴുകി കളഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും നിങ്ങളുടെ മുഖം എന്ന് പറയുന്നത് പൂവിടർന്ന പോലെ നല്ല ഫ്രഷ് ആയിട്ട് ഉഷാറായിട്ടിരിക്കുന്നതായിട്ട്. അപ്പൊ എപ്പോ നിങ്ങൾ പുറത്തു പോയി വന്നാലും അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഡള്ളാണെന്ന് തോന്നിയാലും നിങ്ങൾക്കിത് പ്രയോഗിക്കാവുന്നതാണ്. ഓക്കെ, ട്രൈ ചെയ്യില്ലേ? അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. കോശിംബീർ സാലഡ് വളരെ എളുപ്പമല്ലേ? അപ്പോൾ അടുത്ത തവണ നമുക്ക് വീണ്ടും സന്ധിக்கலாம். അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിരിക്കുക, ഹെൽത്തി ആയിരിക്കുക, സേഫ് ആയിരിക്കുക. കീപ് വാച്ചിങ് Veggie Pooja videos.